ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. അജിത് ഡോവലുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം ഇപ്പോൾ ഇതാ അടിയന്തരമായി വീട്ടിൽ പോലും പോകുന്നതിന് മുൻപ് തന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇടയിൽ വെച്ച് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി അടിയന്തരമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. എന്താണ് പഹൽഗാമിൽ സംഭവിച്ചത്? എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയും നമുക്ക് കാണാൻ സാധിക്കും. വിദേശകാര്യമന്ത്രി, ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് പ്രധാനമന്ത്രി. ഇന്നുകൂടി സൗദിയിൽ സന്ദർശനമുണ്ടായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കൂടിയാണ് പോയതെങ്കിലും വളരെ പെട്ടെന്ന് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാത്രിയിൽ തന്നെ പ്രധാനമന്ത്രി തിരികെ ദില്ലിയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ദില്ലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തിയ ഉടൻ തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി പ്രാഥമികമായിട്ടുള്ള യോഗം ചേരുന്നു. ഇനി മന്ത്രിസഭാ യോഗമുണ്ടാവും. അടിയന്തര മന്ത്രിസഭാ യോഗവും ഉന്നതതല യോഗത്തിനും ശേഷമായിരിക്കും ഒരുപക്ഷേ ഇനി അടുത്ത ഓപ്പറേഷൻസിനെ കുറിച്ച് ആലോചിക്കുക. നിലവിൽ NIA ആണ് ഈ പഹൽഗാമിലെ ഭീകരാക്രമണം അന്വേഷിക്കുന്നത്. പൈൻ ഫോറസ്റ്റുകളുടെ ഇടയിലേക്ക് ഈ 7 ഭീകരവാദികൾ എന്നാണ് ആദ്യം ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ 3 പേർ എന്നാണ് അവിടുത്തെ സാക്ഷികൾ പറയുന്നത്. ഇവർ 3 പേരും തിരികെ ഈ പൈൻ ഫോറസ്റ്റിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പട്ടാള യൂണിഫോമിലാണ് ഇവർ എത്തിയത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരവാദികൾ അവിടെ എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്, ഫോട്ടോയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഈ കൂടിയാലോചന നടക്കുകയാണ്. ഈ കൂടിയാലോചനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പക്ഷേ ശ്രീനഗറിലേക്ക് പോയേക്കാം. അമിത്ഷാ ഇപ്പോഴും ശ്രീനഗറിൽ തന്നെ തുടരുന്നുണ്ട്. കനത്ത തിരിച്ചടി തന്നെ ഭീകരവാദികൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ എടുത്തവരെ നമ്മൾ വെറുതെ വിടില്ല എന്നതാണ്. രാജ്യം തക്കതായ മറുപടി നൽകും. അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മളുടെ രാജ്യം.